റോമർ 6:9. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല. മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചും നല്ല വിശദമായിട്ട് നമ്മൾ നോക്കി. ജീസസ് ക്രൈസ്റ്റിനകത്ത് വന്ന 2 തരത്തിലുള്ള മരണം. ഒന്ന്, പാപ സംബന്ധമായി ന്യായപ്രമാണപ്രകാരം മരിച്ച ഒരു കാര്യമാണ്. നന്മതിന്മകളുടെ അറിവിനെ എഫേർട്ടിട്ട് പ്രവർത്തിച്ച് ദൈവത്തെ പ്ലീസ് ചെയ്യാൻ നോക്കുന്ന, അല്ലെങ്കിൽ അതിനെ നിവർത്തിക്കാൻ നോക്കുന്ന ജഡത്തിൻ്റെ, മനസ്സിൻ്റെ ആ ഒരു തലത്തിൻ്റെ മരണം. സോ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് നമ്മൾ ഉയർപ്പിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല എന്ന് പറഞ്ഞാണ് അവിടെ വാക്യം കിടക്കുന്നത്. ഇത് എഴുതുന്നത് പൗലൂസാണ്. അപ്പോൾ യേശുവിൻ്റെ ആ 2 തരത്തിലുള്ള മരണത്തിൽ നിന്നും ജീവനിലേക്കുള്ള, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തരത്തിൽ ജീവിക്കുന്ന രീതിയിലുള്ള ഒരു ഉയർപ്പിനെ കുറിച്ചിട്ടാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് കീനായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, യേശുവിൻ്റെ ഒരു പ്രകൃതമെന്ന് പറയുന്നത് ആത്മാവിലെപ്പോഴും കാര്യങ്ങളെ ചിന്തിക്കുകയും ആത്മാവിലെപ്പോഴും കാര്യങ്ങളെ വിവേചിക്കുകയും ആത്മാവിലെപ്പോഴും കാര്യങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രകൃതമുള്ളത് കൊണ്ട് ആദ്യ മരണത്തിൽ നിന്നുള്ള ഉയർപ്പ് യേശുവിന് ആവശ്യമില്ല. ഏത് ആദ്യത്തെ മരണം? നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൽ നിന്നുകൊണ്ട് നന്മ ചെയ്തും തിന്മ ചെയ്യാതെയും ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം മുമ്പോട്ട് നയിക്കുന്ന ആ ഒരു തലത്തിൽ യേശു കർത്താവ് മരിച്ചിരിക്കുകയാണ്. ഓൾറെഡി യേശുവിൽ ആത്മാവിൻ്റെ ജീവനിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു തലം ആക്ടിവേറ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ ആദ്യ മരണത്തിൽ നിന്നുള്ള ഉയർപ്പ് യേശുവിന് ആവശ്യമില്ല. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഇനി എവിടെയാണ് ഉയർപ്പിൻ്റെ ആവശ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2ാമത്തെ മരണത്തിൽ നിന്നാണ് ഉയർപ്പിൻ്റെ ആവശ്യം. എന്താ 2ാമത്തെ മരണം? പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും സദൂക്യന്മാരും അടങ്ങുന്ന വ്യക്തികൾ യേശുവിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി സദാ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. മതപരമായും ഉപദ്രവിച്ചു കൊണ്ടിരുന്നു, നിയമപരമായി ഉപദ്രവിച്ചു കൊണ്ടിരുന്നു, അല്ലാതെ തന്നെ സാമൂഹികപരമായും ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. ഞാൻ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഈ ഒരു ആത്മതലം എക്സസൈസ് ചെയ്തിട്ട് ഈ ഒരു ആത്മതലത്തെ ജനങ്ങളിലേക്ക് പകരാനായിട്ട് ഞാനും പ്രവർത്തന സജ്ജമായി ഇറങ്ങി നിൽക്കുമ്പോൾ ഈ 2 തരത്തിലുള്ള എതിർപ്പുകളുമുണ്ട്. ഒന്ന്, ആരുടെ അടുക്കിലേക്കാണോ ഞാൻ ഇറങ്ങിച്ചെന്ന് അവർക്ക് ഈ ഒരു ആത്മാഭിഷേകത്തിൻ്റെ തലങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അവർക്ക് ആത്മാഭിഷേകം നൽകി അവരെ ശരിക്കും ആത്മാവിൻ്റെ രീതിയിൽ നടക്കാനായിട്ട് സജ്ജമാക്കി കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇവർക്കിതൊന്നും വേണ്ട. പിന്നെ അവരുടെ ലെൻസ് വേറെയാണ്. ആ ലെൻസൊക്കെ വെച്ചുകൊണ്ട് അവർ പല രീതിയിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് പോകും. സോ അവിടെ നിന്നുള്ള തിരസ്കരണം. ഇപ്പുറത്ത് മതവക്താക്കൾ, നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി സോഷ്യൽ മീഡിയ വഴിയും മറ്റുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് അറിയാം, അവിടെ നിന്ന് മതവക്താക്കളുടെ എതിർപ്പുകളും അവഗണനകളും അവർ ചെയ്തു കൂട്ടുന്ന പ്രശ്നങ്ങളും മറ്റൊരു ഭാഗത്ത്. സോ എന്താണോ കർത്താവ് നിയോഗിച്ചത് അതിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ പല ഒബ്സ്റ്റിക്കിൾസിൻ്റെ അകത്തും ഇങ്ങനെ വീർപ്പ് മുട്ടി പലപ്പോഴും നിൽക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതേ കാര്യം തന്നെയാണ് ജീസസിൻ്റെ മരണം. ജീസസ് നന്മകൾ ചെയ്ത, ജീസസിൻ്റെ കൂടെ ആ ഒരു രീതിയിൽ അഫ്ലിപ്റ്റ് ചെയ്ത് നിർത്തിയ വ്യക്തികളും ജീസസിനെ എതിർക്കുന്നുണ്ട്. അവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാതെ ജീസസ് സ്റ്റക്കായി നിൽക്കുന്ന രീതിയിലുള്ള മരണം. ഇപ്പുറത്ത് അന്നുള്ള പുരോഹിതന്മാരുടെ മതവക്താക്കളുടെ എതിർപ്പുകളും തടസ്സങ്ങളും മുന്നോട്ട് യേശുവിനെ നയിക്കാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മരണം. ഇതിൽ നിന്നാണ് ജീസസിനൊരു പുനരുത്ഥാനം, ഉയർപ്പ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഉയർപ്പെന്ന് പറയുമ്പോൾ ജീസസ് ക്രൈസ്റ്റ് പരിചരിച്ചു വന്ന ആത്മാവിൻ്റെ അധികാരവും ആത്മാവിൻ്റെ വിവേചനവും ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഈ സിറ്റുവേഷനകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നൊരു പ്രോസസ്സാണ് ഈ ഉയർപ്പ്. റോമർ 8:11 വാക്യം, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്. അപ്പോൾ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത് യേശുവിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന ആത്മാവാണ്. ഏത് ആത്മാവിനനുസരിച്ചാണോ യേശു ജീവിച്ചു കൊണ്ടിരുന്നത്, ഏത് ആത്മാവിൻ്റെ വിവേചന ബുദ്ധിയിലാണോ യേശു മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്,
ഏത് ആത്മാവിൻ്റെ കൺട്രോളിലാണോ നിയന്ത്രണത്തിലാണോ യേശു ജീവിച്ചു കൊണ്ടിരുന്നത്, അതേ ആത്മാവ് ഈ ഒരു പെർസിക്യൂഷനകത്ത് നിന്ന്, മരണകരമായ അവസ്ഥയിൽ നിന്ന്, ഈ ഒരു 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 ക്രൂശിൻ്റെ അവസ്ഥയിൽ നിന്ന് യേശുവിനെ പ്രവർത്തന സജ്ജമാക്കുന്ന രീതിയിൽ അവിടെ നിന്ന് ഉയർപ്പിൻ്റെ ഒരു അനുഭവം ഉണ്ടാക്കുന്നത് ഉള്ളിലിരുന്ന ആത്മാവിൻ്റെ ശക്തി തന്നെയാണ്. നോക്കിയേ, അടുത്ത് നോക്കിയേ, ക്രിസ്തേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ. അത് ആരായി മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ? ആ ഉയർപ്പിച്ചവനെ കുറിച്ച് അടുത്ത് പറയുന്നത് നിങ്ങളിൽ വസിക്കുന്ന ആത്മാവാണത്. അപ്പോൾ നമ്മിൽ വസിക്കുന്ന ആത്മാവാണ്, അത് യേശുവിലും വസിച്ചിരുന്നു. ആ യേശുവിൽ വസിച്ചിരുന്ന ദൈവാത്മാവാണ് യേശുവിനെ ശരിക്കും ആ ഒരു പെർസിക്യൂഷനകത്ത് നിന്ന്, മരണത്തിൽ നിന്ന്, ആ ഒരു 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 പ്രവർത്തനമില്ലാതെ നിർജീവമായിരുന്ന അവസ്ഥയിൽ നിന്ന് യേശുവിനെ പ്രവർത്തന സജ്ജമാകുന്ന ഒരു രീതിയിൽ മാറ്റിയത് ഉള്ളിലിരുന്ന ആത്മാവിൻ്റെ ശക്തിയാണ്. ഓക്കെ, അപ്പോൾ യേശുവിൽ സംഭവിച്ച ഉയർപ്പെന്ന് പറയുന്നത് ദൈവം യേശുവിൽ വെച്ചിരുന്ന ആ പ്ലാനും പദ്ധതിയും ജനങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചപ്പോൾ, സാഹചര്യങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചപ്പോൾ, അധികാരികൾ ബ്ലോക്ക് ചെയ്ത് വെച്ചപ്പോൾ, മതം ബ്ലോക്ക് ചെയ്ത് വെച്ചപ്പോൾ, ആ ഒരു ബ്ലോക്കിങ്ങിനെ തകർത്തുകൊണ്ട് വീണ്ടും പ്രവർത്തന സജ്ജമാകുന്ന യേശുവിൻ്റെ ആത്മീക അധികാരത്തിൽ നിന്നുള്ള ഒന്നാണ് ഉയർപ്പ്. അപ്പോൾ ഇവിടെ ഉയർപ്പെന്ന് പറയുന്നത് ഒരു വലിയ ഈവൻ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ തെറ്റിപ്പോവും. ഈ ഉയർപ്പെന്ന് പറയുന്നത് വലിയൊരു ഈവൻ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ തെറ്റിപ്പോകും. കാരണം ഇന്നയോളം നമ്മൾ കണ്ടത് ഉയർപ്പെന്ന് പറയുന്ന ഒരു ഈവൻ്റായിട്ടാണ്. അതൊരു ഈവൻ്റ് അല്ല. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും വായിക്കുന്ന ഒരു വാക്യം തന്നെയാണ്. ആ വാക്യത്തെ ഒന്നുകൂടെ ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. യോഹന്നാൻ 11:25 പറയുവാണ്, യേശു പറയുവാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. ഇതേതായി ഞാൻ? അയാം, ഉള്ളിലുള്ള ജീവാത്മാവ്, ദൈവത്തിൻ്റെ അംശം, അതാണ് അയാം. അപ്പോൾ യേശുവിലിരുന്ന ജീവാത്മാവ് തന്നെയാണ് ഉയർപ്പ്. യേശുവിലിരുന്ന ആ ജീവൻ തന്നെയാണ് ഉയർപ്പ്. ഏത് ജീവൻ? ആ ജീവാത്മാവിൽ നിന്നുള്ള ജീവൻ. അപ്പം അന്നുള്ള ജനങ്ങളിൽ ഇല്ലാതിരുന്നതും ഇതാണ്. അന്നുള്ള ജനങ്ങൾക്ക് ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആക്ടിവേഷൻ, ജീവാത്മാവിൻ്റെ ആക്ടിവേഷൻ ഇല്ലായിരുന്നു. ആ ദൈവത്തിൻ്റെ ജീവൻ്റെ ആക്ടിവേഷൻ ഇല്ലായിരുന്നു. പക്ഷേ യേശുവിൽ ആ ജീവൻ ആക്റ്റീവായിരുന്നത് കൊണ്ട്, ആ ശരിക്കുമുള്ള അയാം എന്ന് പറയുന്ന ആ ജീവാത്മാവിൻ്റെ പ്രവർത്തനം സജ്ജമായിരുന്നത് കൊണ്ട്, ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രതികൂലങ്ങൾ വന്നാലും, ഏത് സാഹചര്യം വന്നാലും അതിനെയെല്ലാം തച്ചുടച്ചുകൊണ്ട് അടുത്ത് വീണ്ടും ആ പ്ലാനും പദ്ധതിയിലേക്കും കയറിപ്പോകുന്ന ആ ജീവൻ്റെ ചലനം, അത് തന്നെയാണ് ഉയർപ്പ്. അപ്പോൾ യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ ഉയർപ്പെന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമൊന്നുമല്ല. നമ്മളിന്ന് കൊട്ടിഘോഷിക്കുന്നത് പോലെ ഭയങ്കര ഒരു അത്ഭുതമോ അല്ലെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു അമാനുഷികമായ കാര്യമൊന്നുമല്ല. അത് ഓൾറെഡി ജീസസിനകത്ത് ഇരുന്ന കാര്യത്തെ തന്നെ ജീസസ് ആ ഒരു ആത്മാവിൽ നിന്നുകൊണ്ട് ആക്റ്റീവാക്കി എടുത്ത ചില കാര്യങ്ങളെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിസ്സാര സംഭവം. ഓക്കെ, നമ്മൾ ഈ ശ്വാസം ഇങ്ങനെ എടുക്കുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഈ ശ്വാസം എടുക്കുന്ന ഇതേ ലാഘവത്തോടു കൂടെ തന്നെയാണ് ആ ജീവാത്മാവിൻ്റെ ആക്ടിവേഷൻ സംഭവിക്കുമ്പോൾ തടസ്സങ്ങളെല്ലാം മാറിപ്പോകുന്നത്. ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ മാനുഷിക തലത്തിൽ ചിന്തിക്കുന്നവർക്കും, മാനുഷിക തലത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം കൊണ്ടിട്ട് അടച്ചു വെക്കാൻ ശ്രമിക്കുന്നവർക്കും ഇത് ഭയങ്കര വലിയൊരു കാര്യമായിട്ടൊക്കെ തോന്നാം. പക്ഷേ ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഈ തടസ്സങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും ഇതൊന്നൊരു വിഷയമേ അല്ല. ഓക്കെ, സോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനും ഈ ഒരു വീർപ്പുമുട്ടലിനകത്ത്, ഈ തടസ്സങ്ങളിനകത്ത്, സാഹചര്യങ്ങൾക്കകത്ത്, മതത്തിൻ്റെയും പിന്നെ അതുപോലെ തന്നെ കുറേ വ്യക്തികളുടെയൊക്കെ സമ്മർദ്ദങ്ങൾക്കകത്ത് പ്രവർത്തന സജ്ജമാകാൻ പറ്റാത്ത രീതിയിലുള്ള കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നു. ഉള്ളിലിരുന്ന ആത്മാവിൻ്റെ ശക്തിയാൽ തന്നെയാണ് ഇപ്പോൾ ഞാനും അടുത്ത ലെവലിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത് നിങ്ങളിലും സംഭവിക്കേണ്ട കാര്യമാണ്. യേശുവിൽ മാത്രമല്ല, എന്നിൽ മാത്രമല്ല, ഓരോ വ്യക്തികളിലും സംഭവിക്കേണ്ട കാര്യമാണ്. ലൂക്കോസ് 24:5 പറയുവാണ്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ത്?
സോ അവിടെയുള്ള അന്വേഷണം, ജീസസിൻ്റെ ഡിസൈപ്പിൾസിൻ്റെ അന്വേഷണം മരിച്ചു കിടക്കുന്ന വ്യക്തികൾക്കിടയിൽ ജീസസിനെ തിരഞ്ഞു പോവുകയാണ്. നിങ്ങളിത് കല്ലറയെന്ന് വിചാരിക്കരുത്, സെമിത്തേരി എന്ന് വിചാരിക്കരുത്. അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടലി ഉള്ള കാര്യങ്ങളെല്ലാം തെറ്റിപ്പോകും. അപ്പോൾ കല്ലറയിൽ അന്വേഷിച്ചതല്ല, മെയിനായിട്ടുള്ള അവരുടെ അന്വേഷണം എന്ന് പറയുന്നത് മരിച്ചു കിടക്കുന്ന ആൾക്കാർക്കിടയിൽ ജീസസിനെ തിരഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല. കാരണം ആ ഒരു പ്രോസസ്സിൽ നിന്ന് ജീസസ് എന്ത് ചെയ്തിരിക്കുക, വെളിയിലേക്ക് വന്നിരിക്കുക. സോ ഈ മരണമെന്ന് പറയുന്നത് യേശുവിൻ്റെ പ്രവർത്തനങ്ങളെയെല്ലാം ബ്ലോക്ക് ചെയ്ത് മരവിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് വീണ്ടും പ്രവർത്തന സജ്ജമാകുന്ന രീതിയിലുള്ള യേശുവിൻ്റെ ചേഞ്ചാണ് ഇവിടുത്തെ ഉയർപ്പ്. അപ്പോൾ ഈ മരിച്ചവരാരാണെന്നറിയാവോ? യേശുവിൻ്റെ കൂടെ ഡിസൈപ്പിൾസായിട്ട് നിന്ന വ്യക്തികൾ തന്നെയാണ് ഈ മരിച്ചവർ. സോ അവരുടെ കൂട്ടത്തിൽ ഇനി ജീസസിനെ തിരക്കിയാൽ കിട്ടത്തില്ല. കാരണം അവരുടെ മൈൻഡ് സെറ്റിനകത്ത് ഈ ബ്ലോക്ക് എന്ന് പറയുന്നതിനെ കവച്ച് വെച്ച് മുമ്പോട്ട് പോകാനായിട്ട് കഴിയാതെ വണ്ണം അവരും സ്റ്റക്കായി നിൽക്കുകയാണ്. പക്ഷെ അവരുടെ ഇടയിൽ നിന്ന് ജീസസിനുള്ള പ്രത്യേകത, ആത്മാവിൻ്റെ ആ ഒരു റിലം ആക്റ്റീവായ വ്യക്തിയാണ് ജീസസ്. അല്ലെങ്കിൽ ജീവാത്മാവിൽ എപ്പോഴും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ജീസസ്. അതുകൊണ്ട് ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ, സ്വയമേ തരണം ചെയ്യുവാൻ ജീസസിന് കഴിയും. പക്ഷേ ഡിസൈപ്പിൾസിന് ആ ലെവൽ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള മരിച്ചവരുടെ ഇടയിൽ ജീസസിനെ തിരഞ്ഞു കഴിഞ്ഞാൽ ഇനി കാണില്ല എന്ന് പറയാൻ കാരണം. 1 കൊരിന്ത്യർ 15:20 മുതൽ 22 വരെ. ഓക്കെ, അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. ഇതുപോലെ ജീസസിനെ പൂട്ടിയതുപോലെ പലരെയും ഈ മതവക്താക്കൾ പൂട്ടി. യേശുവിന് തൊട്ട് മുമ്പ് പൂട്ടിയതാരെയാ? യോഹന്നാൻ സ്നാപകന്. യോഹന്നാൻ സ്നാപകൻ വന്ന് ഇതുപോലുള്ള വലിയ കാര്യങ്ങൾ ചെയ്ത് ജനത്തെ സജ്ജമാക്കി ബാപ്റ്റിസമൊക്കെ കൊടുത്ത് വലിയ മാനസാന്തര പ്രസംഗമൊക്കെ നടത്തി അങ്ങനെ ജനങ്ങളെ വലിയൊരു കൂട്ടമായിട്ട് സ്വരൂപിച്ച് കൊണ്ടുവന്ന അദ്ദേഹത്തെ ചില പ്രശ്നങ്ങളിൽ കുരുക്കി ശിരച്ഛേദം ചെയ്യിപ്പിച്ച് മതവക്താക്കൾ വളരെ വിദഗ്ധമായ രീതിയിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് യോഹന്നാൻ സ്നാപകനെ വേർപെടുത്തി. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പ്രവാചകന്മാരെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ബുക്കിനകത്തിരുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, വളരെ ശക്തമായിട്ട് അവസാനം പ്രവചിച്ച ഒരു മനുഷ്യനായിരുന്നു സെഖര്യാവ്. ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു ദൈവപുത്രൻ വരും, ആ ദൈവപുത്രൻ നിങ്ങളെ എല്ലാവരെയും ഈക്വൽ സ്റ്റാറ്റസിലേക്ക് നിർത്തും, എല്ലാവരെയും അധികാരത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുമെന്നൊക്കെ വളരെ ശക്തമായിട്ട് പ്രവചിച്ചപ്പോൾ ആ സെഖര്യാവിനെ ഈ മതവക്താക്കൾ കൊന്നുകളഞ്ഞു. അതും ദേവാലയത്തിൻ്റെ ആ കോർട്ട്യാർഡിൽ വെച്ച് കൊന്നുകളഞ്ഞു. അദ്ദേഹത്തിൻ്റെ രക്തം ആ തോടിലൂടെ ഒഴുകി അങ്ങനെ പോകുന്നത് ദൈവത്തിന് ഇഷ്ടമായില്ല, അനിഷ്ടമായി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സോ ഇങ്ങനെ ആരൊക്കെയാണോ ദൈവത്തിൻ്റെ പ്ലാനിലും പദ്ധതിയിലും നിന്നുകൊണ്ട് ചില കാര്യങ്ങളെ ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നത്, അവരെ എല്ലാം ഇത്തരത്തിൽ സാഹചര്യങ്ങൾ കൊണ്ടും മതത്തിൻ്റെ അധികാരം കൊണ്ടും മറ്റുള്ള അതോറിറ്റിയുടെ അധികാരങ്ങൾ കൊണ്ടും ഇവർ തടസ്സപ്പെടുത്തി അവിടെ മരിച്ചവരെ പോലെ ആക്കി, ഒരുപക്ഷെ അവരുടെ ജീവനെ തന്നെ അപായപ്പെടുത്തിയ സിറ്റുവേഷനിൽ അവരെല്ലാം നിലംപരിശായിപ്പോയി. അതേ സിറ്റുവേഷനിൽ ജീസസിനെയും കൊണ്ട് ഇവരെത്തിച്ചപ്പോൾ അവിടെ നിന്നും ജീസസ് തൻ്റെ ആത്മീക അധികാരത്തിൽ ഉയർത്ത് വരുന്നതാണ്, പ്രവർത്തന സജ്ജമായ രീതിയിൽ വരുന്നതാണ് ഇവിടെ ഉയർപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കാര്യം സിമ്പിളാണ്. ഇത് ഇന്നത്തെ അവസ്ഥയിൽ ഇതൊന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനാണ് ഏറ്റവും വലിയ കഷ്ടപ്പാടെന്ന് മാത്രം. കാര്യം വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഇതിനകത്തേക്ക് വരാം. എങ്ങനെയാണ് നമ്മിലിത് സജ്ജമാകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ചിന്തിക്കാം. സോ നമ്മിൽ വരുമ്പോൾ 2 കാര്യങ്ങൾ, 2 ജീവൻ നമുക്ക് ആക്റ്റീവ് ആക്കേണ്ടി വരും. അപ്പോൾ യേശു വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനുമാണെന്ന് യേശു പറഞ്ഞു. അപ്പോൾ ഇവിടെയാണ് ഈ 2 കാര്യങ്ങൾ വരുന്നത്. എന്തിനാ ജീവൻ, എന്തിനാ സമൃദ്ധമായ ജീവൻ? അപ്പോൾ പലപ്പോഴും പണ്ട് ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വാക്യം വായിച്ച് കേൾക്കുമ്പോൾ എനിക്കും സംശയമുണ്ടാകുമായിരുന്നു, എന്തിനാ ജീവൻ, എന്തിനാ സമൃദ്ധമായ ജീവൻ? ഈ 2 കാര്യം എടുത്തു പറയേണ്ട ആവശ്യം എന്താ? ഒന്നിൽ ജീവൻ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ ജീവൻ്റെ കാര്യം പറയേണ്ട, സമൃദ്ധമായ ജീവൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ കാര്യം പറഞ്ഞാൽ പോരെ. ഇത് രണ്ടും എന്തിനാ മെൻഷൻ ചെയ്യുന്നതെന്ന് പലവട്ടം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. സോ ഉയർപ്പിൻ്റെ കോണ്ടസ്റ്റിൽ വരുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുമുള്ള അർത്ഥതലം വെളിപ്പെടുന്നത്. സോ നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മെ എന്ന് പറയുന്നത് ആത്മജീവൻ്റെ ആക്ടിവേഷൻ സംഭവിച്ചിട്ടില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ 2 ജീവനും പ്രത്യേകതയുണ്ട്. ജീസസ് പറയുന്ന ആദ്യത്തെ ജീവൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മാവിൻ്റെ
എൻലൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ജീവിക്കുന്ന ആ ഒരു ജീവിതശൈലി ആക്റ്റീവ് ആകുന്നതാണ് ഒന്നാമത്തെ ജീവൻ. അപ്പോൾ നമ്മൾ ജഡം കൊണ്ട് മനസ്സുകൊണ്ട് കൽപ്പനകളെ പ്രമാണിക്കാനായിട്ടുള്ള ആ കാര്യങ്ങളെ നമ്മൾ മാറ്റിവെച്ചിട്ട് അതിനെ ക്രൂശീകരിച്ചിട്ട് അതിൽ മരിച്ചിട്ട് ആത്മാവിൽ ജീവിക്കുന്ന ജീവാത്മാവിനെ എനേബിൾ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്ത് അതിനെ പ്രവർത്തന സജ്ജമാകുന്ന രീതിയിൽ മാറ്റുന്നതാണ് ആദ്യത്തെ ജീവൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ജീവനാണ് ആദ്യം നമുക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ എന്നെ കേൾക്കുന്ന പലരിലും, എൻ്റെ കൂട്ടായ്മയിലുള്ള പലരിലും ഈ തലം ആക്റ്റീവാണ്. ആത്മാഭിഷേകം സിദ്ധിച്ച വ്യക്തികളാണ്. ആത്മാവിൻ്റെ വരങ്ങളും കൃപാവരങ്ങളും ആ ഗിഫ്റ്റ്സുമൊക്കെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ പലരുമുണ്ട്. സോ ആദ്യത്തെ ജീവൻ്റെ ഘട്ടം പലരിലും ആക്റ്റീവാണ്, പലരിലും ഇനി സംഭവിക്കാനുള്ളതുമുണ്ട്. സോ ഒന്നുകൂടെ ഞാനത് പറയട്ടെ. യേശു പറഞ്ഞ ജീവനുണ്ടാകുവാനും സമർത്ഥമായ ജീവനുണ്ടാകുവാനും എന്ന് പറഞ്ഞതിലെ ആദ്യത്തെ ജീവൻ എന്ന് പറയുന്നത് ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് മാറി, അതായത് നന്മയും തിന്മയും നിവർത്തിക്കാനായിട്ടുള്ള പ്രവർത്തന ആ ശൈലിയിൽ നിന്ന് മാറി ജീവൻ, ഉള്ളിലിരിക്കുന്ന ജീവാത്മാവിൻ്റെ ആക്ടിവേഷൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലുള്ള ജീവൻ ആക്ടിവേറ്റ് ആകുന്നതിനെയാണ് ആദ്യത്തെ ഉയർപ്പ് അല്ലെങ്കിൽ ആദ്യത്തെ ജീവൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സമൃദ്ധമായ ജീവൻ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്നെപ്പോലെ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾക്ക് ജനങ്ങൾ തന്നെ, മതവക്താക്കളും മറ്റുള്ള ജനങ്ങളും സാഹചര്യങ്ങളുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് മരിച്ച അവസ്ഥ എന്നെ മുന്നിൽ കൊണ്ടിടും. അതായത് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയിലും മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ ഉണ്ടാകുന്ന പ്രതിസന്ധികളാണ് രണ്ടാമത്തെ മരണം. സോ ഇവിടെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും തടസ്സപ്പെടുത്തുന്ന ആ ഒരു നിശ്ചലാവസ്ഥയിൽ നിന്ന്, നിർജീവാവസ്ഥയിൽ നിന്ന് പുറത്തു വരുന്ന കാര്യത്തിനെയാണ്, അവിടെയുള്ള ഉയർപ്പിനെയാണ് സമൃദ്ധമായ ജീവൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ട് സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യേശു കർത്താവ് മരുഭൂമിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ആത്മാവിൻ്റെ ശക്തിയോടെ വന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. ആ ശക്തി എന്ന് പറയുന്നത് ഇതാണ്, ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയിലുള്ള തടസ്സങ്ങളെ മാറ്റി മുന്നോട്ട് കുതിക്കുവാനായിട്ടുള്ള പവറാണ്, ആ ഊർജമാണ്, ആ ജീവനാണ് ശക്തിയോടെ വന്നു എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ പൗലൂസിന് ആദ്യം ആത്മാഭിഷേകം കിട്ടി, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കിട്ടി, അന്യഭാഷ കിട്ടി, കണ്ണ് തുറന്നു, എൻലൈറ്റ്മെൻറ്റ് കിട്ടി. അതാദ്യത്തെ ജീവൻ. പക്ഷെ കുറച്ച് കഴിഞ്ഞ് പൗലൂസ് അതിനകത്ത് മുതിർന്ന് വന്നപ്പോൾ അടുത്ത് എഴുതിയിരിക്കുന്നത് ശൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു എന്ന്. ആ മേൽക്കുമേൽ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്ലാനിലും പദ്ധതിയിലും മുന്നോട്ട് കുതിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമൃദ്ധമായ ജീവനാണ്. അതാണ് രണ്ടാമത്തെ ഉയർപ്പ്. സോ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം ഏകദേശമൊക്കെ പിടികിട്ടി വരുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. അല്ലാതെ നമ്മുടെ ഇന്നത്തെ ചേട്ടന്മാർ പറയുന്നത് പോലെ യേശു കർത്താവ് രണ്ടാമത് വരും, അങ്ങ് മധ്യാകാശത്തിൽ പോവും, അവിടെ സ്വർഗത്തിൽ കൊണ്ടുപോകും, അപ്പോൾ പുനരുത്ഥാനം ഉണ്ടാവും. നോൺസെൻസ്. ഈ നോൺസെൻസാണ് യേശു കർത്താവ് മാർത്തയുടെയും മറിയടുത്തും പറയുന്നത്. ഒടുക്കത്തെ നാളിൽ കർത്താവെ അവൻ ഉയർക്കുമെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറയുമ്പം കർത്താവ് പറയാൻ അങ്ങനെ ഒരു നാളൊന്നും ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. ദാ ഇപ്പോൾ ഈ ജീവനിൽ നിന്നുകൊണ്ട് ലാസറിനെ ഉയർപ്പിച്ച് ഞാൻ കാണിച്ചു തരാം, ഞാൻ തന്നെയാണ് ജീവൻ, ഞാൻ തന്നെയാണ് പുനരുത്ഥാനം. ഇത് നമുക്കും ഇന്ന് പറയാൻ പറ്റണം. ചില നിർജീവാവസ്ഥയിൽ നിന്നുകൊണ്ട് അനി ഒടുക്കത്തെ നാളിൽ കർത്താവ് രണ്ടാമത് വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങ് സ്വർഗത്തിൽ പോയതിന് ശേഷം ഒരു പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ആ സമയത്ത് ഉള്ളിലിരിക്കുന്ന ജീവനെ കൊണ്ട്, ഉള്ളിലിരിക്കുന്ന ശക്തിയെ കൊണ്ട് ആ സമയത്ത് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. അതാണ് ഉയർപ്പിൻ്റെ ശക്തി. പലരും പറഞ്ഞു മനോജിൻ്റെ മിനിസ്ട്രി നിലംപരിശായി, ഇനി പൊങ്ങത്തില്ല. അങ്ങനെ അടച്ച് സീൽ വെച്ച ചില വ്യക്തികളുണ്ട്. പക്ഷേ തുടങ്ങിയത് കർത്താവാണല്ലോ, മനോജല്ലല്ലോ. സോ ഉള്ളിലിരിക്കുന്ന കർത്താവിൻ്റെ സ്പിരിറ്റിനറിയാം ഇതെങ്ങനെ കൊണ്ടുപോകണമെന്ന്. എത്ര കല്ലുരുട്ടി വെച്ച് മുദ്രയിട്ടാലും റോമൻ സീൽ പതിപ്പിച്ചാലും അതിനെയൊക്കെ നിഷ്ഫലമാക്കി പൊട്ടിച്ചുകൊണ്ട് ഉള്ളിലിരിക്കുന്ന ജീവൻ മുമ്പോട്ട് കുതിക്കുക തന്നെ ചെയ്യും. കാരണം നല്ല പ്രവൃത്തി എന്നിൽ തുടങ്ങിയവൻ്റെ ആത്മാവ് എന്നിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അത് ഏത് മനുഷ്യൻ മുദ്ര വെച്ചാലും, എത്ര ചീപ്പായിട്ടുള്ള വിഷയം വെച്ച് മുദ്ര വെച്ചാലും, എത്ര സ്ട്രോങ് ആയിട്ടുള്ള വിഷയം വെച്ച് മുദ്ര വെച്ചാലും. സോ എങ്ങനെ എന്നുള്ളത് നമ്മൾ നേരത്തെ റോമ ലേഖനത്തിനകത്ത് വായിച്ചത്
ഒന്നുകൂടെ നിങ്ങളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ആ 11ാമത്തെ വാക്യം, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എങ്കിൽ. ഉണ്ടോ? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ആ ഉറപ്പുണ്ടോ? അത് അനുഭവിക്കുന്നുണ്ടോ? അത് ആസ്വദിക്കുന്നുണ്ടോ? ഊഹാപോഹങ്ങളിലല്ല, ഉണ്ടാകുമായിരിക്കും. അതല്ല. ക്രിസ്ത്യാനികൾക്കൊരു കുഴപ്പമുണ്ട്, എല്ലാം വിശ്വാസത്തിനകത്താണ്. ഉണ്ടാകുമായിരിക്കും, വരുമായിരിക്കും, ട്രൈ ചെയ്യാം. ഇത് ട്രൈ ചെയ്യുന്നതും വിശ്വസിച്ചുണ്ടാക്കേണ്ടതൊന്നുമല്ല. ഇത് അനുഭവിച്ച് എൻജോയ് ചെയ്യുന്നത്, ആസ്വദിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നൊരു ലൈഫാണ് ആത്മീയ ലൈഫ്. സോ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് ഉള്ളിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഉറക്കത്തിൽ നിന്നും ചാടി എണീറ്റ് പറയും, യെസ്, ഞാൻ ഇന്ന് ചലിക്കുന്നത്, ജീവിച്ചിരിക്കുന്നത്, ഞാൻ ഇന്ന് പ്രവർത്തിക്കുന്നത് ആ ആത്മാവിൻ്റെ ജീവനിലാണ്, ശക്തിയിലാണ് എന്ന്. അങ്ങനെ പറയാൻ പറ്റുന്ന വ്യക്തികളിലാണ് ഈ ഉയർപ്പ് വ്യാപരിക്കുന്നത്. പല നിർജീവാവസ്ഥയിലും ഉള്ളിലിരിക്കുന്ന ഈ ആത്മാവ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആ ജീവാത്മാവ് എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും നിർജീവാവസ്ഥകളെയും തരണം ചെയ്ത് ജീവൻ്റെ ചലനത്തിൽ സജീവമായി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ആ ആത്മാവാണ് സജ്ജമാക്കുന്നത്. സോ എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ആൻസർ സിമ്പിൾ, അത് ഉള്ളിലിരിക്കുന്ന ആത്മാവ് ചെയ്തോളും. ഫിലിപ്പിയർ 3-ാം അധ്യായം പറയുന്നത് എങ്ങനെയാണ്? അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധനെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്ന് എണ്ണുന്നു. പൗലോസേട്ടൻ പറഞ്ഞു, ഞാൻ വളരെ കുഞ്ഞു നാളിലെ വളരെ വ്യഥയോടുകൂടെ നന്മയും തിന്മയും തിരിച്ചറിയേണ്ട ന്യായപ്രമാണത്തിനകത്ത് കിടന്ന് പാടിച്ച് അതിനനുഷ്ഠിച്ച് നിവർത്തിക്കാനായിട്ടൊക്കെ കഷ്ടപ്പെട്ട് നോക്കിയിട്ടും എന്നെ കൊണ്ട് സാധിച്ചൊന്നുമില്ല. 7-ാം അധ്യായത്തിൽ പറയുക, നമിച്ചപ്പാ ഇത്രയും വർഷം പാഴായി, അയ്യോ ഈ അവസ്ഥയിൽ നിന്ന് എന്നെ ആരൊന്ന് കരകയറ്റുമെന്ന് പറയുന്ന ലെവൽ വരെ എത്തി. എന്നിട്ടാ പൗലോസ് പറയുന്നത്, എല്ലാം ഞാൻ ചപ്പൻ ചവറുമെന്ന് എണ്ണി. എന്നിട്ട് ഞാൻ ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയിൽ, ആ ജീവൻ്റെ ശക്തിയിൽ, ആത്മാവിൻ്റെ ശക്തിയിൽ ആ 8-ാം അധ്യായം അങ്ങനെ പൗലോസിനെ നയിക്കുന്നതെന്ന് പൗലോസ് പറയുകയാണ്. ഇതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. ഇതേ കാര്യം ആ കഷ്ടാനുഭവത്തെ അറിയുവാനും ആ ഒരു മരണത്തിനകത്തോട്ട് ഏകീഭവിക്കുവാനും അത് കഴിഞ്ഞ് ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിഞ്ഞുകൊണ്ട് അതിൽ മുന്നോട്ട് ഗമിക്കുന്നതിന് വേണ്ടി, പവർഫുള്ളായിട്ട് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആ പുനരുത്ഥാനത്തെ ശരിക്കും അനുഭവിക്കാനായിട്ട് വാഞ്ചിക്കുന്നുവെന്ന്. അപ്പോൾ അങ്ങനെ താഴോട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ആ ഉയർപ്പിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയിൽ ദൈവത്തിൻ്റെ പദ്ധതി അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് ഗമിക്കുന്നതിനെക്കുറിച്ചാണ് താഴോട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കതിൻ്റെ ആ ഒരു രീതിയിൽ ഇനി അത് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. പീഡാനുഭവത്തെക്കുറിച്ചും ക്രൂശീകരണത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അടക്കത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും വളരെ തീക്ഷ്ണതയോടുകൂടെ നിങ്ങൾ ധ്യാനിക്കുകയും അത് നിങ്ങളുടെ ലൈഫിനകത്ത് ആക്റ്റീവാക്കുകയും ചെയ്യുക. അത് കഴിഞ്ഞാൽ മാത്രമേ ഉയർപ്പിൻ്റെ ഒരു ജീവിത ശൈലി അല്ലെങ്കിൽ സ്വർഗാരോഹണത്തിൻ്റെ ആ സ്വർഗത്തിൻ്റെ അധികാരത്തിൽ നിന്നുള്ള ഒരു ജീവിത ശൈലി ആസ്വദിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു പുത്രത്വത്തിൻ്റെ കാര്യമൊക്കെ പഠിച്ചപ്പോഴത്തേക്ക് യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് ഇരുത്തിയിരിക്കുന്നു. വീണ്ടും നമ്മളോടും പറയുന്നു, നിങ്ങളെയും അതിക്രമങ്ങളിൽ കിടന്ന നിങ്ങളെയും യേശുക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെ സൺഷിപ്പിനകത്ത് നമ്മൾ പഠിച്ചു. സോ ഈ സ്വർഗത്തിൻ്റെ അധികാരത്തിൽ നിന്നുള്ളൊരു ലൈഫ് സ്റ്റൈല് ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. പറയുമ്പോൾ ഇങ്ങനെ കൊണ്ട് എന്നൊക്കെ ഊഹിക്കാമെന്നല്ലാതെ സ്വർഗത്തിൻ്റെ അധികാരത്തിൽ നിന്നുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആകണം. ഇല്ലേ, ഒരു IAS-കാരൻ്റെ അല്ലെങ്കിൽ ഒരു IPS-കാരൻ്റെ ജീവിതക്രമം ആസ്വദിക്കണമെങ്കിൽ ആദ്യം ഈ IAS IPS കടക്കുക എന്ന് പറയുന്നത്, സിവിൽ സർവീസ് എക്സാമിനേഷൻ പാസ്സാകുക എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് കഴിഞ്ഞാൽ മാത്രമേ ആ ലൈഫിനെ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ നോ. സോ സെയിം വേ ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു കഷ്ടാനുഭവം, ക്രൂശീകരണം, അടക്കം, ഉയർപ്പ്, ഈ ഒരു പ്രോസസ്സ് എന്നിൽ ആക്റ്റീവ് ആകുന്ന വ്യക്തിക്ക് മാത്രമേ ആ ഹെവൻലി കൾച്ചറിലുള്ള ലൈഫ്
ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. സോ അതിലേക്ക് എത്തുന്ന കാര്യങ്ങൾ ഞാൻ ഇനി അടുത്ത് പറയുമ്പോൾ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് എല്ലാവരിലും ആക്റ്റീവായിരിക്കണം.